ഈ സമൂഹത്തിന്റെ പുരോഗമനത്തിന്റെ പ്രേരക ചാലക ശക്തികളായി വർത്തിക്കേണ്ട യുവസമൂഹത്തിന്റെ കൂട്ടായ്മ നുസ്രത്തുൽ ഇസ്ലാം യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ഖാദർ ഷാനു ഈ പുണ്യമായ സദസ്സ് ഉദ്ഘാടന പ്രഭാഷണത്തോടെ നിർവഹിച്ച ബഹുമാന്യനായ ഖത്തീബ് മുഹമ്മദ് സഅദി ആദൂർ, ഈ പ്രദേശത്തെ കർമ്മനിരതരായ ജനപ്രതിനിധികൾ, കാസർഗോഡ് MLA ജനാബ് എന്നെ നെല്ലിക്കുന്ന് സാഹിബ്, മഞ്ചേശ്വരം MLA BP അബ്ദുൾ റസാഖ് സാഹിബ്, വേദിയിൽ ഉപവിട്ടരായ NA ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ജനാബ് NA അബൂബക്കർ സാഹിബ്, നാൽത്തടുക്ക ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് CM മുഹമ്മദ് സാഹിബ്, നാൽത്തടുക്ക ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സുഹൃത്ത് അഷ്റഫ് കുന്നിൽ, ട്രഷറർ ഇബ്രാഹിം ചൂരി, നന്ദി പ്രഭാഷണം നടത്തിയ ട്രഷറർ ഖാദർ ചൂരി, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമടികളെ അനുധാവനം ചെയ്ത അനുചരവൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണ്യകനും ദയാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഏവരിലും അവന്റെ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങി ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. ഇവിടുത്തെ നുസ്രത്തുൽ ഇസ്ലാം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മതപ്രഭാഷണ പരമ്പരയിൽ പ്രഭാഷണത്തിന്റെ തിരക്ക് കൊണ്ട് വൈകുന്നേരം ഒരു പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ അടുത്ത സ്ഥലത്ത് പ്രഭാഷണത്തിൽ വന്നപ്പോൾ ഈ നാട്ടിലും എത്തുക എന്ന സംഘാടകരുടെയും എന്റെയും ഒരാഗ്രഹത്തിന്റെ പേരിൽ ഒരൽപ്പിതം പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രതിസന്ധികളിൽ തളരാതെ എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഈ നാട്ടിൽ അങ്ങ് അകലെ നിന്ന് വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും പ്രയോജനകരമായ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന ഒരു വലിയ ദൗത്യം എന്റെ മുമ്പിലുണ്ട്. ഏതാണ്ട് മഗ്രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മുടെ ഈ സദസ്സ് അവസാനിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത പരിപാടിക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ആമുഖങ്ങളൊന്നുമില്ല, നേരെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ടും സമയം പരിമിതമായതുകൊണ്ടും വേറെ പ്രായോഗികപരമായി ധാരാളം തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടും ആമുഖങ്ങളൊന്നുമില്ലാതെ ഭംഗിവാക്കുകളും ഔപചാരികതകൾക്കും ഒന്നും ഇടം കൊടുക്കാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. പ്രതിസന്ധികളിൽ തളരാതെ ഈ സായാഹ്ന സമയത്ത് ഇളം വെയിലും കൊണ്ട് അങ്ങ് അകലെ നിന്ന് പോലും എന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തിയ നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ തളർന്നുപോയ മനസ്സുകൾക്കൊരാലംബമായി ഉണർത്തുപാട്ടായി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ചില ചിന്തകൾ കൈമാറണം എന്ന ആഗ്രഹം മാത്രമാണ് മുമ്പിലുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ആമുഖങ്ങളും ഭംഗിവാക്കും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. സർവസംഘ പരിത്യാഗിയും സത്യാന്വേഷ കൗതുകിയും സഞ്ചാരപ്രിയനുമായ ഒരു സൂഫി വര്യൻ, അദ്ദേഹം ഒരിക്കൽ തന്റെ ദേശാന്തര ഗമനത്തിന്റെ ഇടയിൽ ധാരാളം നാടുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ആ സൂഫിയായ മനുഷ്യൻ ഒരു നാട്ടിലെത്തിച്ചേരാനിടയായി. ധാരാളം വൈജാത്യങ്ങളും വൈചിത്ര്യവുമുള്ള ഒരു നാട്. ആ നാട്ടിലെത്തിയ അന്യനാട്ടുകാരനായ ഈ സൂഫി വര്യൻ ആ നാട്ടിലെ ആളുകളെ ഖബറടക്കുന്ന ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകാനിടയായി. അദ്ദേഹം ആ ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ആ നാട്ടിലെ ധാരാളം ആളുകളെ ഖബറടക്കിയിരിക്കുന്ന ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ആ സൂഫി വര്യൻ നോക്കുമ്പോൾ എല്ലായിടത്തും ധാരാളം ഖബറുകൾ നിരന്നു കിടക്കുന്നുണ്ട്. എല്ലാ ഖബറിന്റെ തലയുടെ ഭാഗത്തും മീസാൻ കല്ലിൽ ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളുടെ പേരും അയാളുടെ വീട്ടുപേരും മറ്റുമൊക്കെ സ്വാഭാവികമായി എഴുതുന്നത് പോലെ എഴുതി വെച്ചിട്ടുണ്ട്.
അദ്ദേഹം നോക്കുമ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന്റെ മുകളിൽ മീസാൻ കല്ല് വെച്ച് തിരിച്ചിങ്ങോട്ട് മൈക്കിൽ ശബ്ദം പിടിക്കും. മരിച്ചാൽ അയാളുടെ തലയുടെ ഭാഗത്ത് മീസാൻ കല്ല് വെച്ച് മരണപ്പെട്ട ആളുടെ പേരും ഊരും പേരും ഒക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം നോക്കിയപ്പോൾ സാധാരണയ്ക്ക് വിരുദ്ധമായി അസാധാരണമാം വിധം ആ നാട്ടിലെ ആളുകളെ ഖബറടക്കിയിരിക്കുന്ന ശിലാഫലകത്തിന്റെ മുകളിൽ ആ ഖബറിൽ കിടക്കുന്ന ആൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരുന്നോ അതുകൂടി അധികമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിരുന്നു. മരണപ്പെട്ടു പോയ ആൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നുകൂടി കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണയായി നമുക്കറിയാം, ഒരാളുടെ മരണത്തീയതിയും ജനനത്തീയതിയും കിട്ടിയാൽ അയാൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ആ നാട്ടിലെ ആളുകളുടെ ഖബറിന്റെ മുകളിലുള്ള ശിലാഫലകത്തിൽ മീസാൻ കല്ലിൽ ഇയാൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നുകൂടി അധികമായി എഴുതി വെച്ചിട്ടുണ്ട്. അത്ഭുത പരതന്ത്രനായ സൂഫി വര്യൻ അതെന്താണെന്നറിയാൻ അവിടേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഓരോരുത്തരുടെയും മീസാൻ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ 2 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. 60 വയസ്സുവരെ ജീവിച്ചിരുന്ന 60ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാളുടെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ വെറും 10 ദിവസം മാത്രമാണ് ഭൂമിയിൽ ജീവിച്ചത്. വേറൊരാളുടെ ഖബറിൽ നോക്കുമ്പോ 45 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ ഒരാളുടെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ 2 ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹം അവിടെ നിരന്നു നടക്കുന്ന അനേകം ശവകുടീരങ്ങളുടെ ശിരഭാഗത്ത് ഉയർത്തപ്പെട്ട ശിലാഫലകത്തിലോട്ട് നോക്കുമ്പോ ചില ആളുകൾ 10 മണിക്കൂർ ജീവിച്ചിരുന്നു. ചില ആളുകൾ 25ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരു യുവാവിന്റെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ വെറും 2 മണിക്കൂർ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അത്ഭുത പരതന്ത്രനായി നിന്ന് പോയ സൂഫി വര്യൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ നാട്ടിൽ അസാധാരണമായി ചില കാര്യങ്ങൾ ഞാൻ കാണുന്നുവല്ലോ, എന്താണ് ഇങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നാട്ടുകാർ പറഞ്ഞു അത്രേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പതിവുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി ഖബറടക്കി കഴിയുമ്പോൾ ഈ മരിച്ച മനുഷ്യൻ ഭൂമിയിൽ എത്ര നാൾ സമാധാനത്തോടെ ജീവിച്ചിരുന്നു, അയാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനസ്സിൽ യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ, ആകുലതകളും വ്യാകുലതകളും വിഷമങ്ങളും പ്രയാസങ്ങളുമില്ലാതെ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര നാൾ സമാധാനത്തോടെ ജീവിച്ചിരുന്നോ അതാണ് ഞങ്ങൾ അയാളുടെ ആയുസ്സായി പരിഗണിക്കുക. നാട്ടുകാർ പറഞ്ഞു, അവിടേക്ക് നോക്കുക, അത് ഞങ്ങളുടെ രാജാവിന്റെ ശവക്കല്ലറയാണ്. രാജാവിന്റെ ഖബറിന്റെ മുകളിൽ നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ വെറും 1/2 മണിക്കൂർ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് ഒരു യുദ്ധം ജയിച്ച സമയത്തെയാണ് 1/2 മണിക്കൂർ സൂചിപ്പിക്കുക. ആ 1/2 മണിക്കൂർ മാത്രം അദ്ദേഹത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സമയത്തും ഞങ്ങളുടെ രാജാവ് ഏറെ ദുഃഖിതനും ഖിന്നനും പ്രയാസവനുമായിരുന്നു എന്ന നാട്ടുകാർ പറഞ്ഞു അത്രേ. ഇത് കേട്ട് അത്ഭുത പരതന്ത്രനായി നിന്ന് പോയ ആ സൂഫി വര്യൻ, അത്ഭുത സ്തബ്ധനായി നിന്ന് പോയ ആ സൂഫി വര്യൻ ആ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ വെച്ച് മരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഖബറടക്കിയിട്ട് എന്റെ ഖബറിന്റെ മുകളിൽ മീസാൻ കല്ല് വെക്കുമ്പോ ഇയാൾ ജീവിച്ചിരുന്നിട്ടേയില്ല എന്നെഴുതി വെക്കാൻ ദയവുണ്ടാകണമെന്ന് ആ സൂഫി വര്യൻ പറഞ്ഞതായി ആനുകാലിക എഴുത്തുകാരനായ ജനാബ് അഹമ്മദ് അമീൻ അദ്ദേഹത്തിന്റെ ഒരു ആനുകാലിക ലേഖനത്തിൽ ഈ സംഭവം പറയുന്നു. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പ്രതിസന്ധികളിൽ തളരാതെ എന്ന വിഷയം പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുക, ആ നാട്ടുകാരുടെ ശൈലിയല്ലേ യഥാർത്ഥ ശൈലി? ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ടെൻഷനില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യ ആയുസ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതൊരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതൊരുവിധ പ്രയാസവുമില്ലാതെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തിരിയുമ്പോ നാൽത്തടുക്ക ജുമാ മസ്ജിദിന്റെ ജമാഅത്ത് കമ്മിറ്റി യോഗം കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അഹമ്മദ് കബീർ ബാക്കവി പറഞ്ഞതുപോലെ അയാൾ മരിച്ചിട്ട് അയാളുടെ ഖബറിന്റെ മുകളിൽ ഒരു മീസാൻ കല്ല് വെച്ചാൽ അവൻ ഈ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിച്ച സമയം അവന്റെ ആയുസ്സായി ഖബറിന്റെ മുകളിൽ എഴുതി വെക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും മരിച്ചുപോയാൽ ഖബറിന്റെ മുകളിൽ എഴുതി വെക്കാൻ എത്ര ദിവസം ഉണ്ടാവും? നിങ്ങളോടുള്ള ചോദ്യമോ?
എന്റെ മുമ്പിൽ ധാരാളം മധ്യവയോധികരുണ്ട്, മധ്യവയസ്കരുണ്ട്, യുവാക്കളുണ്ട്, വ്യവസായ പ്രമുഖരുണ്ട്, സാധാരണ കൂലിപ്പണിക്കാരുണ്ട്, വിദേശ പ്രവാസികളുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, എല്ലാ നാനാവിധ തുറന്നുകളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരുമുണ്ട്. ജീവിതത്തിന്റെ ഇന്നലകളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് രാവിലെ സൂര്യൻ ഉദിച്ചതു മുതൽ പിറ്റേ ദിവസം ആ സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു ദിവസം തികച്ചു മനസ്സിൽ ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ദിവസം കിടന്നുറങ്ങി എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടാവും? ഇല്ല. മനസ്സിന് യാതൊരുവിധ ആകുലതകളും പ്രയാസങ്ങളുമില്ലാതെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളുടെ നെറുകയിൽ കയറി നിന്നിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന 600 കോടിയോളം വരുന്ന ജനസമൂഹത്തോട് ഒരു ദിവസമെങ്കിലും മനസ്സിന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഇതികർത്തവ്യാമൂഢരായി കൈപോലും വെക്കാൻ കഴിയാതെ, ഒരു ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുന്ന 600 കോടി ജനതയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമായി മാറുന്നതെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമേതാ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക. ഈ മനസ്സിൽ യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ, ആകുലതകളും വ്യാകുലതകളും വ്യതകളും ശ്രദ്ധകളും ആദികളും വ്യാധികളും ഇല്ലാതെ ഈ ഭൂമിയിൽ ഒന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു നിമിഷമെങ്കിലും സമ്മാനിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നത് എന്താ? അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്. ഇന്ന് ലോകത്ത് പോയാൽ 600 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തെ കൈവെള്ളയിൽ ഒതുക്കാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കിയപ്പോ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും ഇവിടെ നിന്ന് ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് ഭൂമിയിലിരുന്നു കൊണ്ട് നിശ്ചയിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോകുമ്പോഴും പാത്ത് ഫൈൻഡറും സോജർണറും ഒക്കെ ചൊവ്വയിലേക്കും വ്യാഴത്തിലോട്ടും കുതിച്ചു പായുമ്പോഴും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പരമമായ ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. വീട്ടിലെ മരക്കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ നിശ്വാസത്തോടെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു രാത്രിയല്ലാതെ മനസ്സമാധാനത്തോടെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടുമൊത്ത് സമാധാനത്തോടെ പേടി കൂടാതെ ഉറങ്ങാൻ കഴിയുന്ന ഒരു സമാധാനത്തിന്റെ രാത്രി, ആ രാത്രി ആർക്കാണ് കൊടുക്കാൻ കഴിയുക? ആ രാത്രി ആർക്കാണ് കഴിയാനുക? പ്രതിസന്ധികളുടെ മുഴുവൻ മനുഷ്യൻ മുഴുവനെ തളർന്നു വീടുമ്പോ സമാധാനം എന്ന് പറയുന്ന ലോകത്തിന് നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ സദസ്സ്, ഈ ഇളം വെയിലേറ്റ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ആർക്കാണ് സമാധാനം കൊടുക്കാൻ കഴിയുക? മനുഷ്യൻ മുഴുവനും ഒരൽപ്പം സമാധാനത്തിനു വേണ്ടി 1948 മുതൽ ലോകവ്യാപകമായി അടിച്ചമർത്തപ്പെട്ട ജൂത സമുദായത്തിന് തലചായ്ക്കാൻ ഒരിടം കൊടുത്ത, ചുത്തടക്കാൻ ഭക്ഷണവും തലചായ്ക്കാൻ തലയണയും കൊടുത്ത ഫലസ്തീനിലെ പാവപ്പെട്ട ആട്ടിടയന്മാരായ അറബികളെ മുഴുവനും ആട്ടിയോടിച്ചിട്ട് അവരുടെ സ്വന്തം രാജ്യം പോലും കവർന്നെടുത്തിട്ട് പാവപ്പെട്ട ഫലസ്തീനികളെ ആട്ടിയോടിച്ച് സ്വന്തം നാടിനു വേണ്ടി വിമോചനത്തിന്റെ പോരാട്ടം നടത്തിയ ഇന്തിഫാദയിലൂടെ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിന്ന പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ മാറിടം പിളർത്തിയെടുക്കാൻ ആകാശത്തുകൂടി കുതിച്ചു പോകുന്ന ആയിരക്കണക്കിന് നാപ്പാം ബോംബുകളും ക്ലസ്റ്റർ ബോംബുകളും ഒരേ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് ഈ ഭൂമിയെ മുഴുവനും കത്തിക്കരിച്ച് ചാമ്പലാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാപ്പാം ബോംബുകൾ റിമോട്ട് കൺട്രോളിലൂടെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ അമേരിക്കയുടെ ആയുധ സംഭരണശാലയായ പെന്റഗൺ എന്ന് പറയുന്ന ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന പെന്റഗണിന് പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത സമാധാനം എന്ന് പറയുന്ന ചതുർത്ഥ്യാക്ഷരം ലോകത്തൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന, ഒരാൾക്കും കൊടുക്കാൻ കഴിയാത്ത സമാധാനം. ആയിരക്കണക്കിന് ആളുകൾ വൈകുന്നേര സമയമാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് കിട്ടുന്ന നാണയത്തുട്ടുമായി വീട്ടിൽ വന്ന് സമാധാനം കിട്ടാതെ താൻ അധ്വാനിച്ച പൈസ മുഴുവനും ബാർ ഹോട്ടലുകളിൽ കൊണ്ടുപോയി മദ്യത്തിലും മദിരാക്ഷിയിലും ചരസിലും ഗഞ്ചാവിലും സമാധാനം അന്വേഷിച്ച് നടക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ. മദ്യപിക്കുന്ന ഒരാളോട് നിങ്ങൾ പോയി ചോദിക്കൂ, എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന്. അവനും പറയാനൊരു മറുപടിയുണ്ട്, മറ്റൊന്നിനും വേണ്ടിയല്ല, എല്ലാം മറന്നൊന്നുറങ്ങാൻ. എന്തിനാണ് നീ മദ്യപിക്കുന്നത്? എല്ലാം മറന്നൊന്നുറങ്ങാൻ. ഗ്രാമാന്തരങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു പൊന്തുന്ന ഇന്റർനെറ്റ് കഫേകളിലും സൈബർ കഫേകളിലും പാതിരാത്രിയെ പകലാക്കി മാറ്റി www.com ചൂടൻ വെബ്സൈറ്റിലൂടെ അശ്ലീല രംഗങ്ങൾ പാതിരാ സമയത്ത് ഉറക്കമില്ലാതെ കണ്ടാസ്വദിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്ക്, എന്തിനാണ് ഈ രാത്രിയിൽ ഈ അശ്ലീലതയുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ അവർ പറയും, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
പാതിരാ സമയത്ത് വെബ്സൈറ്റുകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് പരതുന്ന യാന്ത്രിക മനുഷ്യനോട് ചോദിക്ക്, അവനും പറയും കിടന്നിട്ട് ഉറക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിലെല്ലാം കയ്യിലുണ്ടായിട്ടും ഒരു ചാൻചയറിൽ വീടിന്റെ കോലായിൽ കൂങ്ങിക്കിടക്കുന്ന ലക്ഷാധിപതിയോട് നിങ്ങൾ ചോദിക്ക്, എന്തിനീ കടുങ്കൈ, എന്തിനീ കടുങ്കൈ? അവനും പറയും മനസ്സിന് സമാധാനമില്ല, മനസ്സിന് സമാധാനമില്ല. ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പണത്തിന്റെ കുറവല്ല. ലക്ഷങ്ങളും കോടികളും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ കോൺക്രീറ്റ് സൗധങ്ങളിൽ പോലും ഒരു നിമിഷം സമാധാനത്തോടെ ജീവിക്കാൻ ഒരു ആണിനും പെണ്ണിനും കഴിയാതെ വരുമ്പോ, അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആൾ ദൈവങ്ങളുടെ ആശീർവാദങ്ങൾ ഈ ലോകത്ത് തഴച്ചു വളർന്നത്. കപട സന്യാസിമാരും കപട ദൈവങ്ങളും ഈ ലോകത്ത് കോർപ്പറേറ്റ് ആത്മീയ ദൈവങ്ങൾ തഴച്ചു വളർന്നത് ഈ മനുഷ്യന്റെ നിസ്സഹായത മുതലെടുത്തിട്ടാണ്. നമുക്കൊരു രാത്രി സമാധാനമായിട്ട് ഉറങ്ങേണ്ടേ? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നാം എങ്ങനെയാണ് മറികടക്കേണ്ടത്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാഭൂഖണ്ഡത്തിലാണ്. ഏഷ്യാഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യമേതാ? ദക്ഷിണാഫ്രിക്കയല്ല, മൊസാംബിക്കല്ല, സിറിയയല്ല, ജോർദാനല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളല്ല, സിക്കിമല്ല, മണിപ്പൂരല്ല, നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല പാലക്കാട് ജില്ലയല്ല, കാസർഗോഡ് ജില്ലയല്ല. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല, കേരളത്തിന്റെ സാംസ്കാരിക ജില്ല തൃശ്ശൂർ ജില്ലയാണ്. എന്താണ് അതിന്റെ അർത്ഥം? സമ്പത്തും സംസ്കാരവും കയ്യിലുണ്ടായിട്ടും മനുഷ്യനെ ആത്മഹത്യയിൽ നിന്ന് പിടിച്ചു നിർത്താൻ ലോകത്താർക്കും കഴിയുന്നില്ല. തൃശ്ശൂർ ജില്ലയിലാണ് ആത്മഹത്യ ഏറ്റവും കൂടുതൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ലക്ഷാധിപതിയായ ഒരു മനുഷ്യൻ തന്റെ 2 പെൺമക്കൾക്കും ഭാര്യയ്ക്കും വായിലേക്ക് സയനൈഡ് ഒഴിച്ചു കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തു. അയാൾ പാവപ്പെട്ടവനായിരുന്നില്ല, കടബാധ്യതകൾ പെരുകിയത് കൊണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ആമുഖത്തിലോട്ട് പറഞ്ഞു പോകുന്നില്ല. പ്രതിസന്ധികളിൽ തളരാതെ നടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമാണെന്ന് നാം ആരും ധരിച്ചു പോകരുത്. തൃശ്ശൂർ ജില്ലയിൽ ലക്ഷാധിപതിയായ ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട 2 പെൺകുട്ടികൾക്ക് 7 വയസ്സും 11 വയസ്സുമുള്ള ആമ്പൽ പൂ പോലെ വിടർന്നു നിൽക്കുന്ന പൂമുഖത്തിന്റെ മുഖകമലത്തിന്റെ ഉടമകളായ തന്റെ പെൺമക്കളുടെ വായിലേക്ക് സയനൈഡ് ഒഴിച്ചു കൊടുത്ത് സ്വന്തം ഭാര്യയ്ക്കും സയനൈഡ് കൊടുത്തിട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ പാവമായത് സാമ്പത്തികത്തിന്റെ പേരിലല്ല. അയാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ലക്ഷാധിപതിയായ മനുഷ്യൻ സയനൈഡ് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. വൈകുന്നേരം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുമ്പോൾ പിതാവ് കൊണ്ടുവരുന്ന പലഹാരത്തിന്റെ പൊതിയും കാത്തുനിന്ന മക്കളുടെ കയ്യിലേക്ക് അയാൾ പലഹാരപ്പൊതി പതിവ് പോലെ വെച്ചുകൊടുത്തു. പിതാവ് ആർത്തിയോടെ ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എന്നും വൈകുന്നേരം പിതാവ് കൊണ്ടുവരുന്ന പലഹാരപ്പൊതി പോലെ ആ പലഹാരവും കടിച്ചപ്പോൾ നുരഞ്ഞിയും പതയുമായ ആ മക്കൾ മരിച്ച് താഴേക്ക് വീണു. പലഹാരത്തിൽ സയനൈഡ് കലക്കിയിരുന്നു സ്വന്തം പിതാവ്. ആ പിതാവ് ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട താലിചാറ്റ ഭാര്യയ്ക്കും കൊടുത്ത പലഹാരം, അവര് 3 പേരും കഴിച്ച പലഹാരത്തിന്റെ സയനൈഡ് കൊണ്ട് നുരയും പതയും ബാധി അവർ 3 പേരും മരിച്ചു കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആളുകൾ കാണുന്നത് ആത്മഹത്യ ചെയ്ത 4 കുടുംബമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഭാര്യയും മക്കളും മരിച്ചിട്ട് 9 മണിക്കൂറിന് ശേഷമാണ് ഈ പിതാവ് ആത്മഹത്യ ചെയ്തത്. ഇവർ 3 പേരും തന്റെ ജീവിതത്തിന്റെ ആരംഭവും അവലംബവുമായ തന്റെ മക്കളും ഭാര്യയും മരിച്ചു കിടക്കുമ്പോൾ 9 മണിക്കൂർ ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയായിരുന്നു? സ്വന്തം കൈകൾ കൊണ്ട് സയനൈഡ് കൊടുത്ത് കൊന്നുകളഞ്ഞ ഈ മക്കളുടെ, ഈ ഭാര്യയുടെയും മക്കളുടെയും മൃതശരീരം വലിച്ചെടുത്തു കൊണ്ടുവന്ന് തലപ്പായയിൽ കടത്തി സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് എല്ലാ വാതിലും കുട്ടിയിട്ടിട്ട് മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഓമന മക്കളുടെ മുഖത്തോട്ട് നോക്കി, താൻ താലിചാത്തിയ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി ലക്ഷാധിപതിയായ മനുഷ്യൻ ഒരു പാതിരാ സമയത്ത് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് 9 മണിക്കൂർ ഇരുന്നു. തന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹത്തിന്റെ മുമ്പിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി 9 മണിക്കൂർ തന്റെ ജീവിതത്തിന്റെ ദുഃഖം മുഴുവനും കരഞ്ഞ് കലങ്ങി തീർത്ത ആ മനുഷ്യൻ 9 മണിക്കൂർ കഴിയുമ്പോൾ വല്ലാത്ത മാനസിക വിക്ഷോഭത്തിന് അടിമപ്പെട്ട് സ്വന്തം ഭാര്യയുടെയും മക്കളെയും ഇടതുഭാഗത്ത് ഭാര്യയുടെ ജഡം കടത്തി, വലതുഭാഗത്ത് മക്കളുടെയും കടത്തി, അവരുടെ 2 പേരുടെയും ഇടയിൽ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ വായിലേക്ക് സയനൈഡ് ഒഴിച്ച് അയാളും ആത്മഹത്യ ചെയ്തു. രാവിലെ പാൽക്കാരൻ നിന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കമിഴ്ന്ന് കിടക്കുന്ന 4 മൃതദേഹങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിൽ പൊളിച്ച് നാട്ടുകാരും പോലീസുകാരും അകത്ത് കയറുമ്പോ മരിച്ചു കിടക്കുന്ന
കിടക്കുന്ന ഈ ഗൃഹനായകന്റെ കയ്യിൽ ഒരു വെള്ളക്കടലാസിൽ കോറിയിട്ട വരികൾ, ചിതറിത്തെറിച്ച അക്ഷരവടിവില്ലാത്ത കുറെ വരികൾ, വലത്തെ കയ്യിൽ ഒരു കയ്യിൽ നോട്ട് കെട്ടും പിടിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഗൃഹനാഥൻ. അറിയേണ്ടതുണ്ട്, ഭൗതികമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന, ദുനിയാവാണ് ഏറ്റവും വലുതെന്ന് കരുതുന്ന, കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അയാൾ മരിച്ചു കിടക്കുമ്പോൾ വലത് കയ്യിൽ വെള്ളക്കടലാസിൽ ചിതറിത്തെറിച്ച അക്ഷരങ്ങൾ, വലത്തെ കയ്യിൽ കൂട്ടിപ്പിടിച്ച കുറെ നോട്ടുകെട്ടുകളും. അയാൾ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയുമോ? എന്റെ വലത്തെ കയ്യിൽ 20,000 രൂപയുണ്ട്, ഞങ്ങളുടെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടി ഈ പൈസ ഉപയോഗിക്കണം. ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നറിയുമോ? ഞാൻ ആത്മഹത്യ ചെയ്തത് പണത്തിന്റെ ഞെരുക്കം കൊണ്ടല്ല, എന്റെ മക്കൾ പിഴച്ചുപോയത് കൊണ്ടല്ല. ആത്മഹത്യ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം തൃശൂർ ജില്ലയിൽ ലക്ഷാധിപതിയായ മനുഷ്യൻ എഴുതി വെച്ചു. ഇന്ന് വൈകുന്നേരം, നാളെ എന്റെ ജേട്ടന്റെ മകളുടെ കല്യാണമാണ്. എന്റെ ജേട്ടന്റെ മകളുടെ കല്യാണത്തിന് അവൻ എന്നെ വിളിച്ചില്ല, അവൻ എന്നെ മാത്രം ഒറ്റപ്പെടുത്തി. എന്റെ ജേട്ട സഹോദരന്റെ മകളുടെ കല്യാണമാണ് നാളെ. എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ സഹോദരങ്ങളും കൂട്ടുകുടുംബാദികളും ഇന്ന് രാത്രിയിൽ കല്യാണ തലേന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരെന്നെ മാത്രം ഒഴിവാക്കി, എന്റെ മക്കളെ ഒഴിവാക്കി, എന്റെ ഭാര്യ ഒഴിവാക്കി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെടുത്തപ്പെട്ട ഈ ലോകത്തിന് എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എല്ലാവരും കൈവിട്ടപ്പോൾ ആരുമില്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ലക്ഷാധിപതിയുടെ ചരമ വാർത്തയുമായിട്ടാണ് രാവിലെ പത്രമാധ്യമങ്ങൾ എത്തിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം കൊണ്ട് ഭൂമിയിൽ ജീവിക്കാമെന്ന് കരുതിയവർ നിരവധി, അനവധി, ഒട്ടനവധി. പക്ഷേ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെടുത്തലിന്റെ വേദന സഹിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല. പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുണ്ടാവണം നമ്മുടെ കൂടെ? ആര് ഒറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്താത്ത ഒരാൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ആര് ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഒരു തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ, അല്ലാഹു പറഞ്ഞു, ലോക സമൂഹമേ, നിന്റെ മനസ്സിന് സമാധാനം വേണോ? ഒരു രാത്രി നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണോ? എവിടെയാണ് സമാധാനം കിട്ടുക? ബാൾ ക്ലബ്ബുകളിലല്ല, സൗന്ദര്യത്തിന്റെ റാമ്പുകളിലല്ല. എവിടെയാണ് നിനക്ക് സമാധാനം കിട്ടുക? ലോകത്തിലെ അസ്വസ്ഥബാധിതമായ മനസ്സുകളിലെ സമാധാനത്തിന്റെ ഹരിതാപ ഭംഗി വിടർത്തിയ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ അചഞ്ചലമായി എടുത്തവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ, ഇലാഹി സ്മരണ കൊണ്ടല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവില്ല. അലാ, നിങ്ങളറിയണേ. അലാ എന്ന പദം അശ്രദ്ധയിൽ കിടക്കുന്ന മനുഷ്യരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടി അല്ലാഹു ഉപയോഗിക്കുന്ന പദമാണ് അലാ എന്ന പദം. അശ്രദ്ധയിൽ കടന്നുപോയ മനുഷ്യ കേവലം പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയ തെറ്റിദ്ധാരണയുടെ അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ മനസ്സ് കുടുങ്ങിപ്പോയ പ്രിയപ്പെട്ട മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം കിട്ടില്ല. നിന്റെ എല്ലാ സമാധാനവും മാറണോ? പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിനക്ക് കഴിയണോ? സഹോദരങ്ങളെ, എല്ലാവരും കൈവിട്ടാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ, ഏകനായ അല്ലാഹു കൂടെയുണ്ടെങ്കിൽ, സത്താറോ ഗഫാറ് വഹീഹേ ബന്ധോം ഗഗമഖാർ വഹീഹേ, സത്താറോ ഗഫാറ് വഹീഹേ ബന്ധോം ഗഗമഖാർ വഹീഹേ. അടിമകളുടെ മനസ്സിന്റെ നൊമ്പരം അറിയുന്നവനെ തമ്പുരാനെ, അള്ളയാണ് കൂടിയുള്ളതെങ്കിൽ ആരെയാണ് സഹോദരങ്ങളെ കൈവിട്ടാൽ പേടിക്കേണ്ടതെന്താ? പടച്ചറപ്പല്ലേ നമ്മുടെ കൂടെയുള്ളത്. ഏത് മാരകമായ രോഗം വന്നാലെന്താ? മാരകമായ രോഗത്തിന് അടിമകളാകുമ്പോ ഒരു ചാൻ കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യരോട് സാമ്പത്തിക ബാധ്യതകൾ വന്ന് ചുമതിൽ കഴിയുമ്പോ
കഴിയുമ്പോ, കടങ്ങൾ വല്ലാതെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുമ്പോ, മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കലാണ് അവസാനമെന്ന് കരുതി പോകുന്നവരോട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണോ? ആര് കൈവിട്ടാലും, ആര് ഒറ്റപ്പെടുത്തിയാലും പടച്ചറപ്പ് നമ്മെ ഒറ്റപ്പെടുത്താതിരുന്നാൽ, ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടാതിരുന്നാൽ, ലോക സമൂഹത്തിന്റെ തീരാ ദുഃഖങ്ങൾക്ക് ശമനം കൊടുത്ത അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശമനം നമുക്ക് കിട്ടിപ്പോയാൽ അതിനേക്കാൾ വലിയ അത്ഭുതം ഏതാണുള്ളത്? സുഹൃത്തുക്കളെ കൈവിട്ടാലെന്താ? ഭാര്യ കൈവിട്ടാലെന്താ? നാം ഏറെ സ്നേഹിച്ചവർ ദുഃഖത്തിന്റെ കാലത്തിൽ നമ്മുടെ കൂടെ ഇല്ലാത്താലെന്താ? ലോകം അങ്ങനെ തന്നെയാണ്. ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോവും നിർണയം. വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങൾ ഊഴിയിൽ അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു ഞാൻ. ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോവും നിർണയം. ബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ എല്ലാവരും കൈവിട്ടു മാറും. അപ്പോഴും കൈവിടാത്ത ഒരാളെ ഉള്ളൂ. ആരാ? അല്ലാഹ്. ആര് ഒറ്റപ്പെടുത്തിയാലും ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകും നിർണയം. കവി വാഴ്ത്തപ്പെടട്ടെ. ഒരു വല്ലാത്ത പരമാർത്ഥമാണ്. എല്ലാ ബന്ധങ്ങളും കൂടെ ഉണ്ടാവും. പൈസ നഷ്ടപ്പെട്ടു പോകും. പണമില്ലാതിരിക്കും. പണമുണ്ടെങ്കിൽ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ മാതിരി ഉണ്ടാവും. ഗൾഫിൽ നിന്ന് ആദ്യം വന്ന് എയർപോർട്ടിൽ നിന്ന് ദുബൈയിൽ നിന്ന് വന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയവനെ കാണാൻ ആയിരക്കണക്കിന് ആളുണ്ടാകും. ഒരു മാസം കഴിയട്ടെ, പിന്നെ 5 മാസം അവൻ തന്നെയാണ്. 1 മാസം കൊണ്ട് ബിയറും കുടിച്ച് അവിടെയും കറങ്ങി ഇവിടെയും കറങ്ങി തീരും. അവന്റെ കയ്യിലുള്ള കാർഡ് കുത്തിയാൽ അവന്റെ അടുത്തുനിന്ന് വരൂല എന്ന് കരുതി കഴിഞ്ഞാൽ, പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. തഴവാ ഉസ്താദിനെ കൂടെ അല്ലാഹു മറക്കട്ടെ. അല്ലാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പണമുണ്ടെങ്കിൽ പരിസരം ജനനിബിഡമാണ്. സർക്കസിന് കൊട്ട് കാണുമ്പോ ആളുകൾ ഒരുമിച്ച് കൂടും. അഭ്യാസി കടന്ന് തലയും കുത്തി മറിയുമ്പോ കണ്ട് ഉല്ലസിക്കാൻ ഒത്തിരി പേരുണ്ടാവും. കൂത്തുകാട്ടം കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു പോകും. പാവപ്പെട്ട ഇവൻ മാത്രം ഗോതയിൽ ബാക്കി. ഇതാണ് സഹോദരങ്ങളെ ദുനിയാവ്. ഇതാണ് ദുനിയാവ്. ദുനിയാവെ സൂക്ഷിക്കേണ്ടതാണേ നഞ്ച, പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച. ദുനിയാവെ സൂക്ഷിക്കേണ്ടതാണേ നഞ്ച, പരലോക നന്മയ്ക്കുള്ളതായാൽ മുഞ്ച. മിണ്ടിക്കഴിഞ്ഞാലേവനും പൊന്നിഷ്ടന, കോഴിക്കു തോന്നും കാടനും തന്നിഷ്ടനാ. എല്ലാരും അടുത്തു കൂടുമ്പോ നമ്മൾ ഓർക്കും ഇവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവൂല. നീ ഒന്ന് തളരട്ടെ, നിന്റെ പണം ഒന്ന് തീരട്ടെ, ലോകത്താരും ഉണ്ടാവൂല. പക്ഷെ എപ്പോഴും കൂടെയുള്ളതാരാ? ഏത് പ്രതിസന്ധി വന്നാലും എന്റെ മുമ്പിൽ ധാരാളം ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. എന്റെ ഈ പ്രഭാഷണം 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ടാകും. അതിന്റെ ഇടയിൽ ആരുടെയെങ്കിലും മനസ്സ് ജീവിതത്തിൽ തളർന്നു പോയാൽ ആ തളർന്നു പോകുന്ന മനസ്സിനെ ജീവിതത്തിന്റെ മുമ്പിലോട്ട് നടന്നു പോകാനുള്ള ഒരു ആശയുടെ, പ്രത്യാശയുടെ ഒരു കിരണമായി ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് നൽകിയ തളരരുത് സഹോദരങ്ങളെ. നമ്മൾ തളരാനുള്ളവരല്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ളവരല്ല. ലോകത്തിന്റെ മുമ്പിൽ എന്ത് നഷ്ടപ്പെട്ടാലും നെഞ്ചുറപ്പോറെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ളവരാണ് നമ്മൾ. ആർജവരാണ് നമ്മൾ. ആരാ നമ്മൾ? നിങ്ങൾ പ്രത്യേകിച്ച് കാസർഗോഡുകാരല്ലേ? അറബിക്കടലിന്റെ അലമാലകളെ ആദർശത്തിന്റെ ആൾക്കരുത്തുകൊണ്ട് വകഞ്ഞു മാറ്റി ആത്മീയ ശബ്ദം അതിർത്തികൾ ഭേദിച്ചെത്തിയ മാലിക് ദീനാറിന്റെ പിന്തുറമക്കാരല്ലേ നിങ്ങൾ? അറബിക്കടലിന്റെ തിരമാലകളെ ആത്മീയതയുടെ കരുത്തുകൊണ്ട് വകഞ്ഞു മാറ്റിയിട്ട് ലോകത്തിന്റെ അതിർത്തികളെ ഭേദിച്ച ലോകം കണ്ട ഏറ്റവും വലിയ സാത്വികൻ മാലിക് ബിൻ ദീനാർ റഹിമഹുള്ള വന്നിറങ്ങിയ മണ്ണിന്റെ മണവും ചൂടുമുള്ള മക്കളാണ് നിങ്ങൾ. നിങ്ങൾ പതറാനുള്ളവരല്ല. അറേബ്യൻ നാട്ടിൽ നിന്നൊരു പായക്കപ്പലിൽ കയറുമ്പോൾ ദിശയറിയാത്ത പായക്കപ്പലിൽ അറബിക്കടലിന്റെ തിരമാലകൾ ആഞ്ഞുവരിക്കുമ്പോ കൊതുമ്പ് വെള്ളം തുഴയുമ്പോഴും പ്രതിബന്ധമെന്നും എന്ന ആത്മശക്തി തുഴയുന്നു ഞാനെന്ന ജീവിതവഞ്ചി എന്ന് പാടിയിട്ട് തിരമാലകളുടെ മുകളിലൂടെ കൊതുമ്പ് വെള്ളം തളഞ്ഞ മുക്കുവനെ പോലെയായി മാറാൻ കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ്, അല്ലാതെ ജീവിതം ഒളിച്ചോടാനുള്ളത്. ഏത് പ്രയാസമായി കൊള്ളട്ടെ. രോഗം ഇന്ന് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. ക്യാൻസർ പടർന്നു പിടിക്കുന്ന ലോകം. 6 ദിവസം പ്രായമായ കൊച്ചുകുഞ്ഞു മുതൽ 66 വയസ്സുള്ള വയോവൃദ്ധം വരെ മാരകമായ ക്യാൻസറിന്റെ അടിമകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച
മലപ്പുറം കോട്ടക്കല്ല് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനുവരി 1-ാം തീയതി ഇതിനേക്കാൾ വലിയ ഒരു 10 ഇരട്ടിയുള്ള സദസ്സ്, മുമ്പിലിരുന്ന് സുഗുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സ് കാണും, ആപ്പിള് പോലെ ചുവന്നു തുടുത്ത മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കേട്ട് അയാൾ കരയുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് മുസാബകത്ത് ചെയ്യാൻ വേണ്ടി കയ്യിൽ പിടിച്ചപ്പോ ആംഗ്യം കാണിക്കുന്ന ചെറുപ്പക്കാരൻ. അടുത്ത് നിന്ന ആളാണ് പറഞ്ഞത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, സംസാരിക്കാൻ കഴിയാത്ത മൂകനോ, കണ്ടാൽ ഒരു കുഴപ്പവുമില്ല, എത്ര സുന്ദരനായ ചെറുപ്പക്കാരൻ. അടുത്ത് നിന്ന ആളാണ് പറഞ്ഞു, ഉസ്താദേ നാക്കിൽ ക്യാൻസർ വന്നിട്ട് നാക്ക് മുറിച്ചു മാറ്റിയതാണ്. खुशी जिंदगी की महलों में हमें सो नहीं सकता, जिंदगी की नुकेली पत्थर की रास्ते पर चलना चाहिए. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ഖുഷി ജിന്ദഗിക്ക് മഹലോമേം ഹമേം സോ നഹീ സക്ത, ഒരിക്കലും ജീവിതത്തിന്റെ സുഖത്തിന്റെ പട്ടുമത്തയിൽ കിടന്നുറങ്ങാൻ നമുക്ക് കഴിയില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ജിന്ദഗിക്ക് നുക്കേലി പത്തർ കി രാസ്തെ പർ ചലനാ ചാഹിയേ, ജീവിതം എന്ന് പറഞ്ഞാൽ ജിന്ദഗിക്ക് നുക്കേലി പത്തർ കി രാസ്തെ പർ ചലനാ ചാഹിയേ, കൂർത്തുമൂർത്ത് കിടന്ന കല്ലും മുള്ളും ചവിട്ടിയിട്ട് വേണം ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ. പട്ടുമത്തയിൽ ഉറങ്ങാൻ കഴിയില്ല സഹോദരങ്ങൾ, എത്രയാണെങ്കിലും. അള്ളാഹു എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ 1000 പ്രയാസങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, എന്തുമായിക്കൊള്ളട്ടെ, മാരകമായ രോഗങ്ങൾ. ഏറെ പറയാൻ എനിക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്കിതിനെല്ലാം തരണം ചെയ്യാൻ കഴിയണം. ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റേതാണ്. അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബ്ദ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന്, ദുഃഖമേ മനുഷ്യന്, പ്രയാസങ്ങളെ മനുഷ്യൻ, ആകുലതകളെ മനുഷ്യന്. ഏതോ ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ അളന്നു നോക്കിയാൽ അറബിക്കടലിന്റെ തിരമാലയല്ല കൂടുതൽ, അളന്നു നോക്കിയാൽ അറബിക്കടലിന്റെ ജലത്തുള്ളിയല്ല കൂടുതൽ, മനുഷ്യന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ് കൂടുതൽ. കരഞ്ഞ് 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 തളർന്നു പോവുകയാണ്. എവിടേക്ക് പോകണമെന്നറിയാട് ജീവിതത്തിന്റെ 1000 പ്രയാസങ്ങൾ മനസ്സിൽ പേറി കരഞ്ഞ് 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 തളർന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണുനീര് മാറാൻ ആരാണുള്ളത്? ഈ കണ്ണുനീര് തുടയ്ക്കാൻ ആരാണുള്ളത്? ഈ പ്രയാസങ്ങളിൽ എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോവുക? ഈ പച്ചമണ്ണിന് മുമ്പിൽ എങ്ങനെയാണ് കരഞ്ഞ് 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 തളർന്നു പോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയട്ടെ, പ്രതിസന്ധികളിൽ തളരാൻ പാടില്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ മനുഷ്യന്റെ കഥ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാ, ഈ സായാഹ്ന സമയത്ത് ഈ സൂര്യരശ്മിയുടെ അരുണകിരണങ്ങൾ പടിഞ്ഞാറിന്റെ നഭസ്ഥലിയിൽ മുഖമൊളിപ്പിക്കാൻ പോകുന്ന ഈ സുന്ദര സായാഹ്നം, നാൽത്തടുക്ക ജുമാ മസ്ജിദിന്റെ മുമ്പിൽ ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പരതുക, അല്ലാഹുവിന്റെ ഖുർആൻ പരതുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലോകത്ത് ആരും പരീക്ഷിക്കപ്പെടാത്ത രീതിയിൽ പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ. അതാരെന്നറിയുമോ? അതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ലോക ജനപദങ്ങളിൽ തളർന്നു പോയ മനസ്സിന്റെ പ്രത്യാശയുടെ കിരണം നൽകി മരിക്കാൻ ജീവിച്ച മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ മിതസഞ്ജീവനി അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധികളിൽ കടന്നുപോയൊരു മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ജീവിതത്തിന്റെ 1000 പ്രയാസങ്ങളുടെ നടുവിൽ ജീവിതം മടുത്തുപോയ മാനവനോട് പറഞ്ഞു കൊടുക്കുക, വദ്കുർ അബ്ദനാ അയ്യൂബ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങൾക്കറിയുമോ? ആരാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? ചരിത്രം പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച പ്രവാചകൻ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച പ്രവാചകൻ, ആ നാട്ടുകാർ മുഴുവനും ആദരിച്ച പ്രവാചകൻ, ആ നാട്ടിലെ ആളുകളുടെ കണ്ണിലുണ്ണിയും രോമാഞ്ചവുമായ പ്രവാചകൻ. അയ്യൂബ് നബിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, ഉന്നതമായ വീടുണ്ടായിരുന്നു. അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ധാരാളം ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു. ധാരാളം മക്കളുടെ നടുവിൽ, ധാരാളം ഭാര്യമാരുടെ നടുവിൽ എല്ലാ ജീവിത സൗഭാഗ്യ
വാദ്യങ്ങളുടെ നടുവിൽ നാട്ടുകാർ മുഴുവനും ആദരവോടെ കണ്ട ജനസമൂഹത്തിന്റെ ആദരവ് മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ചു പോയ പ്രവാചകൻ. ആ പ്രവാചകന്റെ കഥ ഖുർആനിൽ അല്ലാഹ് പറയുന്നതെന്താ? എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹ് ഖുർആനിൽ ചരിത്രം പറയുന്നത് വെറുതെയല്ല. ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഖുർആൻ പറയുന്ന ചരിത്രങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഖുർആൻ നമ്മളോട് പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ മുദസഞ്ജീവനി, തളർന്നു പോകുന്ന ഹൃദയത്തെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഔഷധം ഖുർആൻ. ആ ഖുർആൻ പറയുക, വദ്കുർ അബ്ദന അയ്യൂബ്. വദ്കുർ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അബ്ദന അയ്യൂബ്, എന്റെ അയ്യൂബിന്റെ, എന്റെ അടിമയായ അയ്യൂബിന്റെ കഥയൊന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ. ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന് ഖുർആൻ പറയുന്ന കഥ. ഖുർആൻ ചരിത്രം പറയുന്ന എന്തിനാ? വെറുതെ അല്ല, രസിക്കാനല്ല, ചിരിക്കാനല്ല, മദിക്കാനല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ധാരാളം ഗുണപാഠമുണ്ട് ഖുർആന്റെ ചരിത്ര പഠനങ്ങൾ. അല്ലാഹു നമ്മളെ ചിന്തിക്കുന്നവരാക്കുക. ആമീൻ പറയും മനുഷ്യന്മാരെ. അസർ കഴിഞ്ഞിട്ട് വാള് വെച്ചിട്ട് ഇത്രയാളാണ്. ഏതായാലും ഈ സംഘാടകരുടെ പബ്ലിസിറ്റി സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ അഷ്റഫിനെയും കൂട്ടരെ ഞാൻ സമ്മതിച്ചിരിക്കും. വല്ലാത്ത പബ്ലിസിറ്റി തന്നെ. അഷ്റഫിന്റെ വണ്ടിയുടെ പുറകിൽ വരെ എന്റെ പോസ്റ്റാണ്. അള്ളാഹു ആ യുവാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. എന്നെ ധാരാളം പരിപാടിക്ക് വിളിച്ച് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് അസർ മുതൽ മഗ്‌രിബെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വരണം. എന്നിട്ടും ആ പരിപാടിക്ക് വേണ്ടി ആ കുട്ടികൾ എത്രയോ ദിവസങ്ങളായിട്ട് ഉറക്കമുളക്കി. എന്നോട് പറഞ്ഞു, ഉസ്താദെ 2 മണിയൊക്കെ ആകുമ്പോഴാ കിടക്കുക. അള്ളാഹു അവർക്കൊക്കെ ജീവിതത്തിൽ അള്ളാഹു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ മഹല്ലിനെ നിറദീപങ്ങളായി പ്രകാശമുള്ള മക്കളായി അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകും. ജമാഅത്തിന്റെ സെക്രട്ടറി അഷ്റഫും അഷ്റഫിന്റെ കൂടെയുള്ള യുവാക്കളും എല്ലാം കൂടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സദസ്സിൽ. വല്ലാതെ. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു നല്ല പ്രതിഫലമാകട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ഇങ്ങനെയാകണം. നിഷ്ക്രിയ സമൂഹം സമൂഹത്തിന് ശാപമാകും. ചലനമില്ലാത്ത യുവത ഒരു സമൂഹത്തിന്റെ ശാപമാകും. ചലനമുണ്ടാകണം യുവതയ്ക്ക്. അപ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ ഒരു നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അയ്യൂബ് നബിയുടെ കഥ പറഞ്ഞു കൊടുക്കുക. ആരാ അയ്യൂബ് നബി? ധാരാളം സമ്പത്തുണ്ടായിരുന്ന പ്രവാചകൻ. ആ നാട്ടിലെ ആളുകളുടെ മുഴുവന് കണ്ണിലുണ്ണി. ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ധാരാളം ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം മക്കളും ഉണ്ടായിരുന്നു. അന്ന് നമുക്കൊക്കെ V2 അവർ 1, നാം 2 നമുക്കൊന്ന് തീർന്നു. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ 1ലോ 2ലോ ഒക്കെ പരിമിതമാണ്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയാണ്. എത്ര മക്കളുണ്ട്? വാപ്പാക്ക് എത്ര മക്കളാണ്? ഞാനിപ്പോ പൗവല് താമസിക്കുന്ന ചെറുപ്പക്കാരൻ, ഞാൻ എത്ര മക്കളുണ്ട്? 7 ആൺമക്കളുണ്ട് ഉസ്താദേ. അള്ളാഹു സാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ. വളരെ അപൂർവമായിട്ട് അങ്ങനെ കേൾക്കാം. എല്ലാരും 2, 3 ഒക്കെയാണ്. പണ്ടൊക്കെ ആളുകൾ പറയും, പണ്ടൊക്കെ മക്കളുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈ ഓമയ്ക്ക കുത്തിയന്മാര്, ഓമയ്ക്കല്ലേ, കപ്പയ്ക്ക കുത്തണമാര് ഒന്നേ കുത്തിയ പടപടാന്ന് ചെയ്യണം. ധാരാളം മക്കളുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ. അള്ളാഹു നമുക്ക് സാലിഹീങ്ങളായ സച്ചരിതരായ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കും. അങ്ങനെ ധാരാളം മക്കളുമായി സമ്പത്തുമായി ഭാര്യമാരുടെ ഇടയിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കണ്ണിലുണ്ണിയായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്ന കാലം എത്ര സുന്ദരമായിരിക്കും ആ ജീവിതം. നമ്മുടെ മക്കൾ, ഭാര്യ, സമ്പത്ത് കൊണ്ടാവോളം നല്ല വീട് കൊണ്ട് അതിന്റെ ഇടയിൽ കിടന്നിങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു കാലം, അത് വല്ലാത്ത കാലമാണ്. അള്ളാഹു അതെല്ലാം നിലനിർത്തി തരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയെ പരീക്ഷിച്ചു. അയ്യൂബ് നബിയെ പരീക്ഷിച്ചു. എങ്ങനെയാ പരീക്ഷിച്ചത്? ഒരു മാരകമായ രോഗം, ക്യാൻസർ പടർന്നു പിടിക്കുകയാണ് വല്ലാതെ. ഒരു മാരകമായ രോഗം അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്തു വ്രണമായി. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്തു വ്രണമായി, ചീഞ്ചലം ദുർഗന്ധത്തോടെ ഒലിക്കാൻ തുടങ്ങി. കുഷ്ഠമല്ല, ശരീരം മുഴുവനും. ചരിത്രത്തിൽ കാണാം, അയ്യൂബ് നബിയുടെ നാവും ഹൃദയവും ഒടിച്ച് ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും പഴുത്തു. നാവ് പഴുത്തില്ല. കാരണം എന്താ? അതിന് കാരണമാണ് ഞാൻ പറയാം. ഹൃദയത്തിനും പഴുപ്പ് ബാധിച്ചില്ല, ബാക്കി അകത്തും പുറത്തുമുള്ള സർവ്വ അവയവങ്ങളും പഴുപ്പ് ബാധിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗത്തിന് ചികിത്സ തേടി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയ്യൂബ് നബിയുടെ നാവും ഹൃദയവും ഇടിച്ചിട്ട് ബാക്കിയെല്ലാം ശരീരം മുഴുവനും വല്ലാതെ പടുത്തു വിറങ്ങലിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചികിത്സ തേടി. ഏത് ഡോക്ടർമാര് ചികിത്സിച്ചിട്ടും ഭേദമില്ല. അവസാന ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ സമ്പത്തുകളും നഷ്ടപ്പെട്ടു പോയി. സ്വന്തം കിടപ്പാടം പോലും അയ്യൂബ് നബിക്ക് നഷ്ടപ്പെട്ടു പോയി. അയ്യൂബ് നബിയുടെ മക്കൾ ഓരോരുത്തരായി മരണപ്പെടാൻ തുടങ്ങി. 230 മക്കളുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്. അയ്യൂബ് നബിയുടെ കൺമുമ്പിലും മക്കൾ ഓരോരുത്തരായി മരണപ്പെടാൻ തുടങ്ങി. ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചു, സമ്പത്തും നശിച്ചുപോയി. സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവുമില്ലാത്ത ഭർത്താവ് എന്തിന്? അയ്യൂബ് നബിയുടെ ഭാര്യമാര് മുഴുവനും അയ്യൂബ് നബിയെ കൈവിട്ടു. സഹിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? മക്കള് മരണപ്പെട്ടു പോകുന്നു, ഭാര്യമാര് കൈയൊടിയുന്നു, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നു. അവസാനം നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യൂബേ, നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിക്കുകയാണ്, നിനക്ക് പകർച്ചവ്യാധിയാണ് അയ്യൂബേ, അതുകൊണ്ട് നീ ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ ഞങ്ങൾക്കും ഈ രോഗം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിത്തരുക. അതേവരെ ആരാണോ സ്നേഹിച്ചിരുന്നത്, ആരാണോ ആദരിച്ചിരുന്നത്, അവർ അയ്യൂബ് നബിയെ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സഹോദരങ്ങളെ, എല്ലാ ഭാര്യമാരും കൈയൊടിഞ്ഞപ്പോ റഹ്മ എന്ന ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നുവത്രേ. അയ്യൂബ് നബിയുടെ കൂടെ നിന്നുവത്രേ. അവസാനം റഹ്മ റളിയല്ലാഹു അൻഹയുടെ കൈപിടിച്ച് അയ്യൂബ് നബിയതാ എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലോട്ടിറങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലോട്ടിറങ്ങുകയാണ്. ആരും കടന്നു വരാത്ത കാടിന്റെ നടുവിൽ, കൊടുങ്കാടിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുൽക്കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടിലിൽ താമസിക്കുകയാണ്. എന്റെ ശവസ്യം ശപിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരാ, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അയ്യൂബ് നബി മാറി. അവസാനം റഹ്മ റളിയല്ലാഹു അൻഹ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും അടുക്കള പുറത്തു പോയിട്ട് ജോലി ചെയ്യും. ആരുടെയെങ്കിലും അടിമ വേല ചെയ്ത് വൈകുന്നേരം തന്റെ ഭർത്താവിന് വിശപ്പടക്കാനുള്ള ഒരു പിടി ഭക്ഷണവുമായി ബഹുമാനപ്പെട്ട ബീബി റഹ്മ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാം ഉണ്ടായിട്ട് ഒരു ദിവസം ഇല്ലാതായി പോയാ പിന്നെ ആത്മഹത്യയല്ലാതെ മുമ്പിലൊരു വടിയില്ല. പണ്ട് മുതലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാം ഉണ്ടായിട്ട് ഒരു ദിവസം ഇല്ലാതെ പോയാ അള്ളാന്റെ റസൂല് പോലും അള്ളാനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജഅതി നിഅമതിക വജമീ സഖതിക വന്നാർ. പാതിരാ സമയത്ത് മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ള ചെയ്ത ദുആയിൽ ഒരു ദുആയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. എന്റെ അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് അല്ലാഹുവേ. വസവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. എന്റെ ഈ ശരീരത്തിന്റെ ആരോഗ്യം ഒരു ദിവസം പെട്ടെന്നില്ലാതാകുന്നതിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു ശരീരത്തിന് ആരോഗ്യം നൽകുമ്പോ, അല്ലാഹു ശരീരത്തിന് ഓജസ്സും തേജസ്സും നൽകുമ്പോ, ശപിക്കപ്പെട്ട പൈശാചിക ദുർബോധനത്തിന്റെ ഇടപെടലുകളിലൂടെ സഞ്ചരിച്ച് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളുമായി ബാർ ഹോട്ടലുകളിൽ ചിയേഴ്സ് വിളിച്ചു നടക്കുന്ന ഏതെങ്കിലും ആരെങ്കിലും വെച്ച് നീട്ടുന്ന 1000ന്റെ നോട്ടിന് വേണ്ടി കൊട്ടേഷനും എടുത്തിട്ട് പരസ്പരം കഴുത്തുവെട്ടാൻ ജീവിതം മാറ്റിവെച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാഹ് ആരോഗ്യം തരുമ്പോഴേ ഇത് സാധിക്കുകയുള്ളൂ. അള്ളാന്റെ റസൂല് പോലും പാതിരാത്രിയിൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ വതഹവ്വുലി ആഫിയതിക. ഈ മുഹമ്മദിന്റെ ആരോഗ്യം പൊടുന്നനെ നീ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ വഫുജഅതി നിഅമതിക. ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് കാസർഗോഡ് ടൗണിൽ പോകാൻ ഇറങ്ങുമ്പോ പെട്ടെന്നൊരു നിമിഷം അതാ നെഞ്ചുവേദന വന്ന് പൊടുന്നനെയുള്ള മരണത്തിൽ നിന്ന്, അല്ലാഹുവേ പൊടുന്നനെയുള്ള മരണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാഹുവേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന്റെ പളപളപ്പ് കണ്ടിട്ട് വല്ലാതെ മയങ്ങി പോകണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് പൊന്നുപെങ്ങളെ, കേരളത്തിന്റെ 14
ജില്ലകളെ അപേക്ഷിച്ചിട്ട് അള്ളാഹു ദുനിയാവ് കുറച്ച് കൂട്ടുകൊടുത്ത ജില്ലയാണ് കാസർഗോഡ് ജില്ല. അത് അസൂയ കൊണ്ട് പറയുന്നതല്ല. അള്ളാഹു നിങ്ങൾക്കത് നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ആലിമീങ്ങളോട് വല്ലാത്ത ബഹുമാനമുള്ള കേരളത്തിന്റെ അങ്ങേ ജില്ലയിൽ നിന്ന് കടന്നു വന്ന വിനീതനായ അഹമ്മദ് കബീർ ബാക്കവിയെ കൈപിടിച്ചു മുത്തിയിട്ടല്ല, നെഞ്ചിന്റെ അകത്ത് കയറ്റി സ്നേഹിച്ച എന്റെ കാസർഗോഡ് ജില്ലക്കാരോട് അള്ളാഹു വല്ലാതെ അനുഗ്രഹം ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ. പക്ഷേ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്തു കൊള്ളുക. ഇത് നിങ്ങളുടെ കൂടപ്പറപ്പല്ലെങ്കിലും ഒരു സഹോദരന്റെ വാക്കാണിത്. അള്ളാഹുവേ, 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 ഈ തന്നിരിക്കുന്ന ദുനിയാവ് പെട്ടെന്നൊരു ദിവസം പൊന്നു സഹോദരങ്ങളെ, ദുബൈയിലൊരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ ഫുജൈറയിൽ നമ്മൾ കണ്ടതാണ്. ഒരു നിമിഷമെങ്ങാനും ഒന്ന് താളം തെറ്റിപ്പോയാ ഒരു സൂചിക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡോളറിന്റെ മൂല്യം ഒന്ന് തകർന്നു പോയാൽ ഒരല്പനിമിഷം കൊണ്ട് പോകുന്നതല്ലേ. കല്ലം തകിനബിൽ അംസി, ഇന്നലെ ഇവിടെ ഇല്ലാത്തതുപോലെ എന്നോട് ഇന്നൊരു സഹോദരൻ പവ്വലിൽ വെച്ച് പറഞ്ഞു, ഉസ്താദേ 12 ലക്ഷം ദിർഹം വില പറഞ്ഞ കട 1 ലക്ഷം ദിർഹമിന് കൊടുത്തിട്ട് നാട്ടിൽ കയറി വരേണ്ടി വന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവ് കണ്ട് മയങ്ങിപ്പോകല്ലേ, ഈ ദുനിയാവിന്റെ പുറകിൽ ഇങ്ങനെ പളപളപ്പില് മയങ്ങിപ്പോകരുത്. കാസർഗോഡ് ജില്ലയിൽ ദുനിയാവ് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാ ഹെയർ സ്റ്റൈലും ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ട്, എല്ലാ വേഷവിധാനവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റമളാനിന്റെ പകലുകൾ മുഴുവനും ATM-ന്റെ കാർഡ് കുത്തിയിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഈ കാസർഗോഡ് ടൗണിൽ മുഴുവനും ഇവിടുത്തെ ധാരാളം ആലിമീങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ റമളാന്റെ പകല് വല്ലാത്തൊരു ആർഭാടത്തിന്റെ പകലാ, വല്ലാത്ത ആർഭാടത്തിന്റെ പകല. എന്തേ സഹോദരങ്ങളെ, സമൂത് ഗോത്രമെന്ന് പറയുന്ന ലോകത്തിന്റെ അതികായന്മാര് ആരാ സമൂത് ഗോത്രമെന്നറിയോ? അല്ലാഹു പറഞ്ഞു, അതിന് സമാനതയുള്ള ഒരു സമൂഹം ലോകത്ത് കടന്നു വന്നിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുരന്നുണ്ടാക്കിയിട്ട് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഫ്ളാറ്റുകൾ വെച്ച് ജീവിച്ച ഒരു സമൂഹം. സഹോദരങ്ങളെ, ഉരുകിയ മെഴുക് നമ്മുടെ വിരലിൽ കിടന്ന് അമ്മാനമാടുന്നത് പോലെ ഈ കാണുന്ന പാറക്കെട്ടുകളെ കൈവിരലുകൾ കൊണ്ട് തുരന്നു മാറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കി ജീവിച്ച സമൂഹം. ആ സമൂഹം മരിച്ചതെങ്ങനെയാണെന്നറിയോ? ആ സമൂഹം മരിച്ചതെങ്ങനെയാണെന്നറിയോ? അവര് മരിച്ചത് ക്യാൻസർ വന്നിട്ടല്ല, അവര് മരിച്ചത് പ്ലേഗ് വന്നിട്ടല്ല, അവര് മരിച്ചത് എയ്ഡ്സും എബോളയും പിടിച്ചിട്ടല്ല. എന്റെ ശബ്ദസവി കാണുന്ന കാസർഗോഡ് പെങ്ങളോടും സഹോദരന്മാരോടും അവര് മരിച്ചതെങ്ങനെയാണെന്നറിയോ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഇവര് മരിച്ചു വീണത്. ആകാശത്തൊരു ഇടിനാദം മുടങ്ങിയപ്പോ, ആകാശത്തൊരു ഇടിനാദം മുടങ്ങി സമൂത് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഈത്തപ്പനമരം വെട്ടിയിട്ടതുപോലെ മരിച്ചു വീണില്ലേ? അവരെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണമെന്താ? അള്ളാഹു തന്നെ പറയുകയാണ്, അവരാഖിറത്തെ മറന്നിട്ട് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടപ്പോ, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദിൻ വബവഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ. കിട്ടിയ പണം കൊണ്ട് കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിയുണ്ടാക്കി നാളെ കിടക്കുന്ന 6 അടി മണ്ണിനെ മറന്നുപോയപ്പോ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇനി ഭൂലോകത്ത് വേണ്ട. ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടവര് പൊടുന്നനെ മരിച്ചു വീണു. അള്ളാന്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ മിൻ ഫുജ്അതി നിഅമതിക, അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം കൊണ്ട്, അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് 5 നേരം കരഞ്ഞ് നിലവിളിച്ചു ദുആ ചെയ്തു, അല്ലാഹുവേ ജീവിതത്തിൽ ഇതൊന്ന് നിലനിർത്തി കിട്ടാൻ. അയ്യൂബ് നബിക്കെല്ലാം ഉണ്ടായിരുന്നു, ഒരൊറ്റ രോഗം വന്നപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങളെ, നിന്റെ ശരീരത്തിലെ കിഡ്നി ഉണ്ടല്ലോ, നമ്മുടെ ഈ ശരീരത്തിന്റെ നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 10 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ബദാം പരിപ്പിന്റെ ആകൃതിയിലിരിക്കുന്ന ഒരു അവയവമുണ്ട്, വൃക്ക. ആ വൃക്ക എങ്ങാനും ഒന്ന് പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയാൽ 25 ലക്ഷം വേണ്ട മോനെ, അതൊന്ന് മാറ്റിയിട്ട് മറ്റൊന്ന് വെക്കാം.
സമ്പാദിച്ചത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് പിടിച്ചെടുക്കാൻ പടച്ചറപ്പിന് കഴിയുമെങ്കിൽ അയ്യൂബ് നബി ഒരൊറ്റ രോഗം കൊണ്ട് തളർന്നു പോയി. എല്ലാ ഭാര്യമാരും കൈയൊടിഞ്ഞു, എല്ലാവരും ആട്ടിയോടിച്ചു. ശരീരം മുഴുവനും പടുത്ത് വിറങ്ങലിച്ചിട്ട് ആരും കാണാത്ത കാനനത്തിന്റെ നടുവിൽ വെറും പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പുല്ല് വീട്ടില് കടക്കുകയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബീവി റഹ്മ റളിയല്ലാഹു അൻഹാ ഒരു ഭാര്യ പോയിട്ട് അടുക്കളയിൽ അടിമവേല ചെയ്തിട്ട് കുടുംബം പോറ്റേണ്ട അവസ്ഥ വന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നിഅമത്ത് തരാനല്ല, പിന്നെ ആ തന്നത് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്തോളി. ഒരു മാന്യം കൂടെ ദുബൈയിൽ വന്നാൽ പിന്നെ കാസർഗോഡ് താങ്ങൂ. ഇനി ഒരു മാന്യം കൂടെ വന്നാൽ കാസർഗോഡ് താങ്ങൂ പറ്റൂ? എന്താ, ഒരു നിമിഷം മതി, ഒരു നിമിഷം. ഖുർആൻ പറഞ്ഞ പോലെ കഅല്ലം തഗ്ന ബിൽ അംസ്. ഇന്നലെ അത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നൂല. ഇപ്പൊ തന്നെ ഗ്രീൻ കാർഡും യെല്ലോ കാർഡും ഒക്കെ വന്നു കഴിഞ്ഞു, റെഡ് കാർഡും. ധാരാളം ഗൾഫ്. Latest music. Visit www.msgallery.mobi.